Hi friends, Travel with Aneesh in the പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് സ്പെഷ്യൽ വിഭവമായിട്ടാണ് ട്ടോ. നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പച്ചക്കറികൾ വെച്ചിട്ട് നമ്മൾ ക്രിസ്പി ആയിട്ട് ഒരു ഫ്രൈ തയ്യാറാക്കാൻ പോവാണ്. ഇനി നമുക്ക് വെജ് ക്രിസ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും എടുക്കുക. അതിനുശേഷം നമ്മൾ 2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുക. 1 ടീസ്പൂണ് സോയാ സോസ് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. ഈ കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കളർ ചേർത്ത് കൊടുക്കാം. റെഡ് കളറാണ്. കളർ ഒട്ടും നിർബന്ധമുള്ള സാധനമല്ല. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കളർ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വെജ് ക്രിസ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ഇതിൽ ഗ്രീനും റെഡും യെല്ലോയും ക്യാപ്സിക്കം ഞാൻ എടുക്കുന്നുണ്ട്. ഗ്രീൻ 2 വലിയ ഗ്രീൻ ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യെല്ലോയും റെഡും ഓരോന്ന് വീതം എടുത്തിട്ടുണ്ട്. റെഡും യെല്ലോയും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇനി നമ്മൾ വെജ് ക്രിസ്പിയിലോട്ട് എടുക്കുന്നത് ഉള്ളിത്തണ്ടാണ്. ഉള്ളിത്തണ്ട് 1 പിടി ഉള്ളിത്തണ്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ബേബി ക്യാരറ്റ് ഒരു 5 ബേബി ക്യാരറ്റാണ് ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് മഷ്റൂമാണ്. 200 ഗ്രാം മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 കഷ്ണം ഇഞ്ചിയും 1 കഷ്ണം വെളുത്തുള്ളിയും ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുള്ളതാണ് എടുക്കുന്നത്. 4 പച്ചമുളകും. ഇനി നമുക്ക് ഇതിലോട്ട് കോളിഫ്ലവറും ബ്രൊക്കോളിയും എടുക്കാം. കോളിഫ്ലവർ ഒരു 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുത്തിരിക്കുന്നതാണ്. അതുപോലെ ബ്രൊക്കോളി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൊക്കോളി എടുത്താൽ മതി. അതും ഞാനിവിടെ ഒരു 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെജ് ക്രിസ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെജ് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ബ്രൊക്കോളിയും കോളിഫ്ലവറുമാണ്. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഈ ബാക്കി വെജിറ്റബിൾസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 തരം ക്യാപ്സിക്കവും ബേബി ക്യാരറ്റും മഷ്റൂമുമാണ്. ഇനി ഈ വെജ് ഫ്രൈ ഉണ്ടല്ലോ, നമുക്ക് ചുമ്മാതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ഈ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കൾക്ക് ഇതിങ്ങനെ ഫ്രൈ ആക്കി കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ബ്രൊക്കോളിയും കോളിഫ്ലവറും നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈ ആക്കാൻ തുടങ്ങാം. ഇതുപോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ക്യാപ്സിക്കവും നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട്. 2 സൈഡും നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബേബി ക്യാരറ്റും മഷ്റൂമും കൂടെ ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ആഡ് ചെയ്യാം. 6 സവാളയാണ് ഞാൻ ഇതിലോട്ടായിട്ട് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും മിക്സ് ചെയ്തിട്ടാണ്. ഈ സോസുകളുടെ എല്ലാം അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തേക്കണം.
നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പം നമ്മൾ ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഒരു 4 ടീസ്പൂണ് വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ വെജ് ക്രിസ്പി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സോസിൻ്റെ കുറവുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമാണ് കേട്ടോ രണ്ടാമത് ആഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് സോസിൻ്റെ എല്ലാം അളവുകൾ നോക്കണമെന്നുള്ളത്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജ് ക്രിസ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.